സംസ്ഥാന സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് അനിശ്ചിതകാല സമരത്തിൽ ഖാദി തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ 1200ഓളം തൊഴിലാളികൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരരംഗത്തുള്ളത്. ഭരണപക്ഷ സംഘടന തന്നെ സമരവുമായി രംഗത്ത് വന്നത് ഖാദി ബോർഡിനെയും സർക്കാരിനെയും പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഖാദി ഗ്രാമ വ്യവസായ തൊഴിലാളി യൂണിയൻ CITU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാ ഖാദി വ്യവസായ ഓഫീസിനു മുന്നിലാണ് തൊഴിലാളികളുടെ സമരം. തൊഴിലാളികളുടെ തൊഴിലും കൂലിയും സംരക്ഷിക്കപ്പെടണം, മിനിമം വേതനം ഉറപ്പാക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. 11 മാസത്തെ മിനിമം കൂലിയായി കിട്ടാൻ ഇപ്പോൾ അതാത് മാസം കിട്ടിയാൽ ഞങ്ങൾക്ക് ഒരു സഹായമായി. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഇപ്പം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്നാണ് പറയുന്നത്. പക്ഷെ എന്നാലും ഞങ്ങളെ ബുദ്ധിമുട്ടൊന്ന് കണക്കിലെടുക്കണോ, തീരുമാനം ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ആയെങ്കിൽ തന്നെയുള്ളൂ ഞങ്ങൾ സമരത്തിൽ നിന്ന് പിന്മാറുന്നുള്ളൂ. ഉത്സവ സീസണുകളിലടക്കം റിബേറ്റ് പ്രഖ്യാപിച്ച വകയിലടക്കം സർക്കാർ പണം നൽകാതെ വന്നതോടെ പല സ്ഥാപനങ്ങളും കടുത്ത പ്രതിസന്ധിയിലാണ്. തൊഴിലാളികൾക്ക് സർക്കാർ നൽകുന്ന ധനസഹായവും മുടങ്ങിക്കിടക്കുകയാണ്. തൊഴിലെടുക്കാൻ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഉറപ്പാക്കാനും സർക്കാരിന് സാധിക്കുന്നില്ലെന്ന് തൊഴിലാളികൾ പറയുന്നു. ഇപ്പം നിലവിൽ ഞങ്ങൾ 16-ാം തീയതി വരെ ഈ സമരത്തിന് ഒരു രൂപരേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിലിടയ്ക്ക് എന്തെങ്കിലും നമ്മളെ ചർച്ചയ്ക്ക് വിളിച്ചില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഓണത്തിന് 6 മാസത്തെ കൊടുത്തു, ഇനിയിപ്പം ബാക്കിയുള്ള പൈസയ്ക്ക് ഇങ്ങനെ മുറിവിളി കൂട്ടുന്നുണ്ട്. തൊഴിലാളികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് തൊഴിലാളികൾക്ക്. നിരവധി തവണ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നിവേദനങ്ങൾ നൽകിയിട്ടും നടപടിയില്ലാത്ത സാഹചര്യത്തിലാണ് സമരം ശക്തമാക്കാൻ തൊഴിലാളികൾ തീരുമാനിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 15 അംഗങ്ങൾ വീതമാണ് നിരാഹാര സമരത്തിൽ പങ്കെടുക്കുന്നത്. ജനം, കോഴിക്കോട്.